ഐ വേൾഡ്, ഇറ്റ്സ് മീ റമി സൈമസ്. ഇന്നത്തെ ടോപ്പിക് ഫ്ലോട്ടേഴ്സ് ആൻഡ് ഫ്ലാഷേഴ്സ് ഇൻ ദ ഐ. കണ്ണിൽ കാണപ്പെടുന്ന ഫ്ലോട്ടേഴ്സിനെ കുറിച്ചും ഫ്ലാഷേഴ്സിനെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് ഫ്ലോട്ടേഴ്സ്? നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ ഒരു കറുത്ത പാട് പോലെ, അല്ലെങ്കിൽ ഒരു ചരട് പോലെ, ചിലന്തി വല പോലെ, ഈച്ച, കൊതുക് അങ്ങനെയുള്ള ചെറിയ രൂപങ്ങൾ മിന്നിത്തെന്നി പായുന്ന ഒരു പ്രക്രിയ നടക്കാറുണ്ട്. ചില പേഷ്യൻസ് ഞങ്ങൾ കണ്ണ് തുറക്കണ സമയത്ത് അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും നോക്കുന്ന സമയത്ത് കണ്ണിൻ്റെ മുന്നിലൂടെ ഒരു ചെറിയ കരട് മൂവ്മെൻറ്റ് പോകുന്ന പോലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന പോലെ, അല്ലെങ്കിൽ ചെറിയ കൊതുകുകൾ പറക്കുന്നത് പോലെ, ചിലന്തി വല പോലെയൊക്കെ കാണപ്പെടുന്നതിനെയാണ് ഫ്ലോട്ടേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ഫ്ലാഷേഴ്സ്? ഫ്ലാഷേഴ്സ് ആ പേര് കേൾക്കുമ്പം ഏകദേശം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. അതായത് പെട്ടെന്ന് ഒരു കണ്ണിലേക്ക് ഒരു ലൈറ്റ് അടിക്കുന്നത് പോലെ, ക്യാമറ ഫ്ലാഷ് പോലെ അല്ലെങ്കിൽ ടോർച്ച് ലൈറ്റ് പോലെ കണ്ണിൻ്റെ മുന്നിൽ വളരെ പെട്ടെന്ന് കാണപ്പെടുന്ന ഒരു ലൈറ്റാണ് ഫ്ലാഷേഴ്സ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് കണ്ണിൽ വരുന്നത്? നമ്മുടെ കണ്ണിനകത്ത് ഒരു ജെല്ലുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ആസ് വിട്രിയസ് ജെൽ. ഈ വിട്രിയസ് ജെല്ല് ചുരുങ്ങുന്നത് മൂലമാണ് ഈ ഫ്ലോട്ടേഴ്സും ഫ്ലാഷേഴ്സും കണ്ണിനകത്ത് കാണപ്പെടുന്നത്. അപ്പോൾ ഇത് എപ്പോഴൊക്കെയാണ് കാണുന്നത്? യങ് ഏജിൽ കാണുന്നത് വളരെയധികം കുറവാണ്. അതായത് യങ്സ്റ്റേഴ്സിലൊക്കെ ഈ ഒരു കംപ്ലൈൻറ്റ്സ് താരതമ്യേന കുറവാണ്. ബട്ട് കംപ്ലൈൻറ്റ് പറയുന്നില്ല എന്നല്ല, ബട്ട് താരതമ്യേന വളരെ കുറവാണ് ഈ യങ്സ്റ്റേഴ്സിനുണ്ടാവുന്ന കംപ്ലൈൻറ്റ്സ്. ഇതിൻ്റെ കോസസ് എന്തൊക്കെയാണ്? ഏജിങ്, അതായത് പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കണ്ണിനകത്തെ ജെല്ല്, അതായത് വിട്രിയസ് ജെല്ല് ദ്രാവകമായി മാറുകയും അത് കണ്ണിൻ്റെ റെറ്റിന എന്ന് പറഞ്ഞ പടലത്തിൽ നിന്ന് വേർപെടുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. ഈ വേർപെടുന്ന സമയത്ത് റെറ്റിനയിൽ പതിക്കുന്ന ഷാഡോസ് ആണ് ഇതിനുള്ള റീസൺ. അതായത് നോർമലി നമ്മുടെ കണ്ണിലുള്ള വിട്രിയസ് ജെല്ല് പ്രായമാകുന്നതിനനുസരിച്ച് ഫ്ലൂയിഡായി മാറുമ്പോൾ, ദ്രാവകമായി മാറുമ്പോഴാണ് ഇത് കാണപ്പെടാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. മറ്റൊന്ന് മയോപ്പിയ, അതായത് ദീർഘദൃഷ്ടി ഇല്ലാത്ത ആൾക്കാർ, വളരെ കാലങ്ങളായി സ്പെക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരിലും ഈ ഫ്ലോട്ടേഴ്സ് ആൻഡ് ഫ്ലാഷേഴ്സ് കാണപ്പെടുന്നുണ്ട്. മറ്റൊരു റീസൺ ആണ് റെറ്റിനൽ ടിയർ, അതായത് ജെല്ല് റെറ്റിനയിൽ നിന്ന് വേർപെടുമ്പോൾ നമ്മുടെ നെർവ്സിലും റെറ്റിനയിലൊക്കെ ചെറിയ ചെറിയ പൊട്ടലുകളും വിള്ളലുകളും ഉണ്ടാകുന്നതിനാണ് റെറ്റിനൽ ടിയർ എന്ന് പറയുന്നത്. ഈ സമയത്തും ഫ്ലോട്ടേഴ്സ് ആൻഡ് ഫ്ലാഷേഴ്സ് കാണപ്പെടാറുണ്ട്. എപ്പോഴാണ് ഡോക്ടറിനെ കാണേണ്ടത്? അതായത് ഇപ്പം നോർമലി ഒരു ഫ്ലോട്ടേഴ്സ് ആൻഡ് ഫ്ലാഷേഴ്സ് കുറച്ച് ദിവസം അല്ലെങ്കിൽ സഡൻ ആയിട്ട് ഒന്ന് കണ്ടു, പിന്നെ കുഴപ്പമൊന്നുമില്ല, 2-3 ദിവസങ്ങൾ ആയിട്ട് പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യും, അല്ലേ? നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു കംപ്ലൈൻറ്റ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഡോക്ടേഴ്സിനെ പോയിട്ട് കാണാം. അപ്പം ഏത് സമയത്താണ് നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത്? അതായത് പ്രായമാകുന്നതിൻ്റെ ഭാഗമായി വരുന്ന ഫ്ലോട്ടേഴ്സ് അല്ലെങ്കിൽ ഫ്ലാഷേഴ്സ് എന്ന് പറയുന്നത് അധികം അപകടകാരിയല്ല. ഇത് എങ്ങനെയാണ് അപകടകാരിയാവുന്നത്? ആ റീസൺസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഫ്ലോട്ടേഴ്സിൻ്റെ എണ്ണം വളരെ പെട്ടെന്ന് കൂടുമ്പം, അതായത് സാധാരണ രീതിയിൽ ഇപ്പം ഒരു ഫ്ലോട്ടറാണ് കാണുന്നതെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പം അതിൻ്റെ എണ്ണത്തിൽ ഗ്രാജുവലി ചേഞ്ചസ് വരുമ്പം, അതായത് 2-3 ഒക്കെ വളരെ പെട്ടെന്ന് എണ്ണം കൂടുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യമായിട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടതുണ്ട്. കണ്ണിന് മുന്നിൽ ശക്തമായിട്ട് മിന്നലടിക്കുന്നത് പോലെ, അതായത് നമ്മൾ ഇടിയും മഴയൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണോ സഡൻ നമ്മുടെ മുഖത്തേക്ക് ലൈറ്റ്നിങ് വരുന്നത്, അതുപോലെ തന്നെ ഒരു ഫ്ലാഷസ് കണ്ണിനകത്തേക്ക് വളരെ പെട്ടെന്ന് അടിക്കുമ്പോൾ ഒന്ന് മിന്നിമായുന്നത് പോലെ ശക്തമായ രീതിയിൽ ഇടിമിന്നൽ പോലെ ഫ്ലാഷസ് വരുന്ന സമയത്ത് നമ്മൾ ഡോക്ടറിനെ കാണണം. കാഴ്ചയുടെ വശങ്ങളിൽ, അതായത് നമ്മൾ നേരെ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സൈഡിൽ നോക്കുന്ന സമയത്ത്, നമ്മളൊരു പെർട്ടിക്കുലർ വസ്തുവിനെ നമ്മൾ നോക്കുന്ന സമയത്ത് കാഴ്ചയുടെ വശങ്ങളിൽ ഒരു തിരശീല പോലെയോ അല്ലെങ്കിൽ ഒരു കേർട്ടൺ പോലെയോ പെട്ടെന്ന് ഒരു നിഴല് വീഴുന്നത് പോലെയോ ഒക്കെ കാണുന്ന സമയത്ത് നമുക്കത് ഇറിറ്റേഷൻ ആവും. ബിക്കോസ് നമ്മളൊരു സാധനം നോക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊരു മങ്ങിയ രീതിയിൽ അല്ലെങ്കിൽ ഒരു പകുതി കേർട്ടനകത്ത് തുണിയുടെ അകത്ത് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് വിഷൻ കാണുന്നത്, അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ ഡോക്ടറിനെ കാണണം. പെട്ടെന്നുള്ള കാഴ്ചമന്നത് സഡൻ ബ്ലറിങ് ഓഫ് വിഷൻ. ഇന്നലെ വരെ നല്ലപോലെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, ഡിസ്റ്റൻസ് വിഷനൊക്കെ ക്ലിയർ ആയിരുന്നു. വളരെ പെട്ടെന്ന് എനിക്ക് ഇന്ന് കാണാത്തൊരു സിറ്റുവേഷൻ വരുന്നു. അതായത് പെട്ടെന്നുള്ള കാഴ്ച മങ്ങലിൻ്റെ സമയത്തും നമ്മൾ ഡോക്ടറിനെ കാണണം.
അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഈ പെട്ടെന്നുള്ള, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഫ്ലോട്ടേഴ്സിന്റെ എണ്ണത്തിൽ വളരെയധികം ചേഞ്ചസ് ഉണ്ടാവുക, കണ്ണിന്റെ മുന്നിൽ വളരെ ശക്തമായിട്ട് ഇടിമിന്നൽ പോലെയുള്ള ഫ്ലാഷേഴ്സ് കാണപ്പെടുക, പെട്ടെന്നുള്ള കാഴ്ചമങ്ങൽ, വളരെ സഡൻ ആയിട്ട് ബ്ലറിംഗ് ഓഫ് വിഷൻസ് ഉണ്ടാവുക, പിന്നെ കാഴ്ച നഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഹാഫ് വിഷൻ കാണുന്നില്ല, അല്ലെങ്കിൽ മുകളിലേക്ക് കാണുന്നില്ല, താഴേക്ക് കാണുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റ്സ് ഒക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? കണ്ണിലെ റെറ്റിന വേർപെടുന്നത് മൂലമാണ്. അതായത് കണ്ണിനകത്ത് റെറ്റിന എന്ന് പറയുന്ന പടലത്തിൽ നിന്ന് ഈ വിട്രിയസ് ജെല്ല് ഉണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ച് കണ്ണിനകത്ത് ചില സമയത്ത് ഈ വിട്രിയസ് ജെല്ല് ചുരുങ്ങിപ്പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വേർപെടുന്ന സമയത്ത് കണ്ണിന്റെ റെറ്റിനയിൽ ഉണ്ടാകുന്ന പൊട്ടലുകൾ അല്ലെങ്കിൽ റെറ്റിന കണ്ണിൽ നിന്ന് വേർപെടുന്ന സമയത്ത് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയും. ഈ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് സിംറ്റംസ് ആണ് ഇതൊക്കെ. ഈ സമയങ്ങളിൽ നമ്മൾ അധികം ലേറ്റ് ചെയ്യാതെ തന്നെ വളരെ പെട്ടെന്ന് ഡോക്ടറിനെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ടുള്ള ഒരു കാഴ്ച നഷ്ടപ്പെടലിലേക്ക് പോകും. അതിനു മുമ്പ് ഇത്തരം സിംറ്റംസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറിനെ കണ്ട് നമ്മൾ എന്താണോ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് ആ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യമാണ് ഈ ഡയബറ്റിക് പേഷ്യൻസിന് റെറ്റിനയിൽ ഡയബറ്റിക് ചേഞ്ചസ് ഉണ്ടാകുന്നത് മൂലവും ഈ ഫ്ലോട്ടേഴ്സ് ആൻഡ് ഫ്ലാഷസ് കാണപ്പെടാറുണ്ട്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. ദ ഐ വേൾഡ്.